Assalamualaikum, welcome to Thahira's kitchen. ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ ചെറുപയറിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ്, 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇതിനെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചോറിൻ്റെ മിക്സ്ചർ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/3 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ചെറുപയർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ അല്പം കൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയൊരു ചീനച്ചട്ടി എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിനെ എല്ലായിടത്തുമായി നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിലേക്ക് 1 തവി നമ്മൾ ഉണ്ടാക്കിയ മാവിട്ട് ഇതിനെ ഞാനൊരു 2 മിനിറ്റേക്ക് മൂടി വെക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിനെ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. 2 മിനിറ്റിന് ശേഷം നമ്മളുടെ അപ്പത്തിനെ എടുത്ത് സെർവ് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള മാവിനെയും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.